അല്ല ഇതിപ്പോ മഴക്കാലം കൊണ്ട് ശരിക്കും വിള കിട്ടും. ഓ അതെ. ഇപ്പൊ നമ്മൾ വിത്തിട്ടത് മുളയ്ക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? വേണം. ഇനിയിപ്പോ നമ്മൾ ഈ ഇറക്കി വിത്തൊക്കെ വേസ്റ്റ് ആവില്ലേ? അതെ. ഇതെന്താ കഴുതയ്ക്ക് പറഞ്ഞ മനസ്സിലാവാത്ത? ഓ എന്തു പറയാനാ. ഒരു ദിവസം രാത്രി ഞാൻ ആരും കാണാണ്ട് വന്നിട്ട് ആ തോട് വെട്ടിയാണ് പൊളിക്കും. ഞാൻ എന്നോട് രാമേന്ദ്ര, എന്നോട് ഞാൻ മര്യാദക്കാ പറയണത്. നീ ആ വെള്ളം ഒന്ന് തുറന്നു വിട്. പിന്നെ വാടാന്ന് രാമേന്ദ്ര, നീ വന്ന വഴി മറക്കരുതിട്ടാ. ഞാൻ വന്ന വഴി താണ്ട് ഇതല്ലേ, എത്ര പെട്ടെന്ന് ഞാൻ മറക്കുന്നവരല്ലേ. എടാ, ഒരു കാലത്ത് നീ എന്റെ തൊടിയിൽ പണിക്കുമ്പോ തല കെട്ടിയ തുണ്ടെടുത്തിട്ട് എങ്ങനെ പിടിച്ചിട്ട് അഴകേശേട്ടാ ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞ കാലം മറന്നില്ല എന്നും പറഞ്ഞ ഞാൻ ഇപ്പൊ നിനക്ക് വെള്ളം തരണോ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ സൗഹൃദം വെച്ചെങ്കിലും നിനക്ക് എനിക്ക് വെള്ളം തന്നൂടെ? എടാ തരാൻ പറ്റൂല. എടാ, ശങ്കരൻ നായർ നിന്റെ സ്ഥലം ശങ്കരൻ നായരുടെ കയ്യിലുള്ള സമയത്ത് ആ കുളത്തിലെ വെള്ളം എനിക്കും ശങ്കരൻ നായർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ലേ? ആണ്, സമ്മതിച്ച്. പക്ഷെ അന്ന് ചങ്കണൻ നായർക്ക് വാഴ മാത്രമേ കൃഷി ഉണ്ടായിരുന്നുള്ളൂ. എടാ, എനിക്കിപ്പോ എന്തൊക്കെ കൃഷി ഉണ്ടെന്ന് നിനക്കറിയാമോ? എന്റെ മോ എന്തൊക്കെ കൃഷി ചെയ്യണമെന്ന് വാട്സപ്പിൽ ലിസ്റ്റ് അയച്ചിരിക്കുകയാണ്. ജാമ്പയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക, പേരയ്ക്ക, നെല്ല്, പല്ല്, സർവ്വതം നമ്മൾ കൃഷി ചെയ്തോണ്ടിരിക്കുകയാണ്. ദൈവമേ, ഉള്ള വെള്ളം എനിക്ക് പോലും തികയുന്നില്ല. അവന് വെള്ളം കൊടുക്കാൻ. എടാ, ഞാൻ എന്റെ ചീര വെള്ളം കിട്ടിയില്ലെങ്കിൽ നശിച്ചു പോന്ന്. എടാ, ഉണങ്ങി പോട്ട്. എടാ നീ എന്തിനടാ ഇത്ര ആക്രാന്തം പിടിച്ച് ഈ കൃഷി മുടുക്ക ചെയ്ത് പൈസ ഉണ്ടാക്കി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? അനുഭവിക്കാൻ നിനക്ക് ആരെങ്കിലും ഉണ്ടോ? ഭാര്യയില്ല, മക്കളില്ല. എടാ, നിന്നെ ഞാൻ ഈ വെള്ളത്തിലോ ചെളിയിലോ ചവിട്ടി താത്തിയ പോലും ആരും ചോദിക്കാൻ പറ്റൂല. ഒരു പട്ടി പോലും ചോദിക്കാൻ പറ്റൂല. പട്ടി ചോദിക്കാൻ പറ്റില്ല. അതെ, അമ്മാവന് ഞങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. ഒരാവശ്യം വന്നാൽ ഞാനുണ്ട്, അപ്പുറത്ത് ക്ലീറ്റോ ഉണ്ട്. പക്ഷെ പറയാതെ ഞങ്ങൾ എങ്ങനെ അറിയും? എന്തുണ്ട്? ഇവിടെ വരുമ്പോ വാ അമ്മമ്മ പറഞ്ഞ് വിളിച്ചിരിച്ച് ചായ തരാൻ, അല്ലെ വൈകുന്നേരം ഒന്ന് കൂടാൻ. ഇതിനല്ല ആള് വേണ്ടത്. എന്നിപ്പോ എത്ര കാലം ഇട നീ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ മാമ? ആ, എല്ലാവർക്കും അവനവന്റെ കാര്യം. ഇപ്പൊ ആവശ്യം വന്ന് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിന് ചാടുന്നത്? വന്ന് എല്ലാവരും നിന്ന നിങ്ങൾക്ക് നല്ലത്. ഞാനിതൊന്നും കെട്ടിപ്പിടിച്ചിട്ട് ഇതുകൊണ്ട് പോകാൻ പോണില്ല. ഞാൻ ഞങ്ങൾക്ക് ചീരയൊന്നും വേണ്ട, ഞങ്ങൾക്ക് അവളെ സ്ഥലം ചെയ്ത് തന്നാ മതി. പാടി കൊന്നിട്ട് ഇപ്പൊ തന്നെ കൊണ്ടേക്കൊക്കെ. ഇപ്പൊ എന്താ പ്രശ്നം? വെള്ളം അയാൾ മര്യാദക്ക് ചോദിച്ചാൽ തരും. ആദ്യം അമ്മാവൻ ഈ ചാടി പെടക്കണ സ്വഭാവം നിർത്താൻ. അമ്മ കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കുക അവിടെ പോയി. നിങ്ങൾ എന്ത് മര്യാദ ഈ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. നമുക്ക് അയാളുടെ സംഭവം, അതായത് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള മുതലാളി നമുക്ക് തരുന്നുണ്ട്, ഇപ്പോഴത്തെ ഇയാൾ തരുന്നില്ല. അപ്പൊ ഇയാളോട് നമ്മൾ അയാളോട് പെരുമാറണം. അയാളോട് പെരുമാറുന്ന പോലെ തന്നെ ഞാൻ പെരുമാറിയത്. അല്ല, ഇത് അമ്മാവനൊരു ധാർഷ്ട്യം കിടപ്പുണ്ട്. എന്ത് ധാർഷ്ട്യാണ് നീ പറയണേ? ശങ്കരൻ നായരുള്ള സമയത്ത് ആ കുളത്തിലെ വെള്ളം ഒരുപോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാറുന്നു. അയാളൊരു ജമ്മിയായിരുന്നു, മുതലാളിയായിരുന്നു. അയാൾക്കുള്ള വിനയം ഈ തെണ്ടിക്കില്ല. കാര്യം മനസ്സിലല്ലേ, പണ്ട് അമ്മാവന്റെ പറമ്പിലാണ് കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അയാള് ഇപ്പൊ അമ്മാവനൊപ്പം നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കാലം മാറിപ്പോയി. ഈ പുത്തൻ പണക്കാരന്റെ അഹങ്കാരം കാണിക്കുന്നത്. എന്റെ തോട്ടത്തിലെ പണിയെടുത്ത് നിന്നിരുന്നവനാണ് ഈ രാമേന്ദ്രൻ എന്ന് പറയുന്ന കഴുത. അവന്റെ മകൻ ഗൾഫിൽ പോയിട്ട് കുറച്ച് കാശുണ്ടാക്കി വന്നിട്ട് തന്തയ്ക്ക് സ്ഥലം മേടിച്ചു കൊടുത്തപ്പോ പെട്ടെന്ന് അവൻ മുതലാളിയെ വൻഡൊമ്പില്. പണ്ടത്തെ കാലമൊന്നുമല്ല. എന്താ അവന് എനിക്ക് വെള്ളം തന്ന കുഴപ്പം? അല്ല, അത് ഒരേപോലെ വെള്ളം എടുക്കാലോ. ചോദിക്കേണ്ട പോലെ ചോദിച്ച ആരും തരും. ഈ പെണ്ണിന്റെ അവനിങ്ങനെ ചാടി കടിച്ച് നിന്നിട്ടുണ്ടോ? നീ അവന്റെ വളപ്പിലൊന്ന് പോയോക്കടാ. ഉള്ള സ്ഥലത്ത് മുഴുവൻ വാഴ, പാവയ്ക്ക. എന്നിട്ട് കുളത്തിലെ വെള്ളം വെള്ളം ഒരു ദിവസം അവനങ്ങോട്ട് എടുക്കും. എനിക്ക് റേഷന്റെ പോലെ ചില സ്ഥലത്ത് കൂടെ ഇങ്ങനെ നൂലൊലിക്കണ പോലെയുള്ള എന്റെ വളപ്പിലെ വെള്ളം ചീര ഉണങ്ങിപ്പോയാൽ ഞാൻ എന്താ ചെയ്യാ? നമുക്ക് സമാധാനം ഉണ്ടാക്കാം. സമാധാനത്തിൽ ചോദിക്കാനുള്ളതല്ലത്, ഇത് അവകാശപ്പെട്ടതാണ്, പണ്ട് മുതലുള്ളതാണ്. എനിക്ക് എന്റെ തൊടിയിലേക്ക് വെള്ളം കിട്ടണം. ചിരിക്കല്ലേ, ചുമ്മാ കിട്ടും. നമ്മൾ മേടിച്ചിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്ലീറ്റോനെ വിളിക്കാം. നീ ചുമ്മാ അതെ, ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കെഞ്ചണത്. എന്റെ കെട്ടിയാൻ വലിയ രാഷ്ട്രീയ നേതാവ്, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, എന്റെ അതിർത്തി തിരിച്ചിട്ട് വഴി തരാൻ വന്നോൻ. വഴി മുടക്കിയെന്ന് മാത്രമല്ല, ആ സ്ഥലം അവിടെ എപ്പോഴും കുത്തിക്കെട്ടി കിടക്കുക. അഹങ്കാരി. നീ ഇത് ചുമ്മാ ഇരിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ വന്നത് കാര്യം നേടാനാ. പറ്റൂല്ലേ? വരാന്നേ. ഞാൻ വന്ന അയാളുടെ സമാധാനം സംസാരിക്കട്ടെ. ആദ്യം ഒന്ന് കാര്യം സമാധാനത്തിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാലിൽ ചെന്നിട്ട് പിടിച്ചിട്ട് രാമേന്ദ്ര ഇത്തിരി വെള്ളം താട്. അങ്ങനെയല്ല, ഇതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന്. നമ്മൾ ഈ അവകാശവും ശക്തിയെ കാണിച്ചു തന്നാൽ അവർക്ക് ആൾക്കാരുണ്ടാവും, അവർ തമ്മിൽ അടിയാവും, പോലീസ് വരും, വിഷയമാവും. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്. ശരി, ഞാൻ വന്ന് സംയമനമായിട്ട് അയാളോട് സംസാരിക്കാം. അല്ലേ വേണ്ടത്? അതെങ്ങനെയാ മോനെ?
ഞാൻ ചെന്നിട്ട് ചോദിക്കാം എന്താ പ്രശ്നം, നമുക്ക് വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്, അപ്പൊ നമുക്കും കൃഷി ചെയ്യണം നിങ്ങൾക്കും കൃഷി ചെയ്യണം, അപ്പൊ സാവകാശം നമുക്കൂടി തന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് വെള്ളം വേണം എന്ന് ഞാൻ പറയാം. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഒഴിഞ്ഞതാണല്ലോ. അമ്മാവൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നീ അറിയാത്ത അത് തരാത്തോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അന്നൊരു ചിലപ്പോ ഇപ്പൊ തേങ്ങോട്ട ആള് വരില്ല, പണ്ടത്തെ വന്നിട്ട് അഴിയാതെ അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളോട് വർത്താനം പറഞ്ഞ ഇതല്ലേ പാകം. നീ എന്താ ഈ തേങ്ങയുടെ കാര്യത്തിലേക്ക് പോകണം? ഇവിടെ ചീരയുടെ കാര്യം പറയുമ്പോ തേങ്ങയിലേക്ക് കയറല്ലേ? അല്ല, പണിക്ക് വരുന്നവരും അവര് നമ്മളെ അടിമകളൊന്നും അല്ല. നമ്മളടുത്ത് കാര്യം പറയണം, ഇവിടെ നമുക്കിത് ആവശ്യമുണ്ട്. അയാൾക്കും അയാളുടെ വ്യക്തിത്വമുള്ളവരാണ്. നമ്മളിപ്പോ അടിമപ്പണി ചെയ്യാൻ വരുന്നവരൊന്നും അല്ല അവര്. അതെ, ഈ കാല് അടിയും പിടിച്ച് കെഞ്ചിട്ട് മേടിച്ചു തരാനാണെങ്കിൽ അഴകേശൻ ആരും വരണ്ട. അതിനെങ്ങനെ ഈ വീട്ടിലെ ആണുങ്ങളില്ലല്ലോ, ആണത്തുള്ളവരില്ലല്ലോ. എന്റെ അളിയുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ തോക്ക് എടുത്തിങ്ങോട്ട് ഇറങ്ങും. പോയി, ആണുങ്ങളൊക്കെ പോയി. ഇത് ഈ വീട്ടിലുള്ളതല്ലേ അപ്പൊ പോയി. അല്ല, അതിനവിടെ ഏട്ടൻ അവിടെ ഒന്ന് വഴക്കൊന്നും കൂടാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ അവനെ അതിർത്തിയിലേക്ക് യുദ്ധത്തിന് കൊണ്ടുവരില്ല, അവിടെ ചെന്ന് വഴക്കൂടാൻ. അമ്മാമനെ വേണ്ടി ചിലപ്പോ ചാവണ്ടി വരും, ചാവണം, അതാണ് മരുവൻ. അവന്റെ കാര്യം നോക്കാൻ അവൻ അറിയാം. എനിക്ക് സ്വന്തം മക്കളില്ലല്ലോ. നിനക്കെന്ത് സ്വന്തമായിട്ട് മക്കളും ഇല്ല, ആരും ഇല്ല. ആർക്ക് വേണ്ടിട്ട് അതൊക്കെ കരിഞ്ഞു പൊക്കോട്ടെ. ഇപ്പൊ സങ്കടപ്പെടാൻ വേണ്ടി ഇവിടെ എന്തായിരിക്കുന്നത്? നമ്മൾ വരുമല്ലോ, ഞാൻ വരാന്ന് പറഞ്ഞല്ലോ. എപ്പോ? ഇപ്പൊ വരാം, തീർന്നല്ലോ. നീ പറഞ്ഞ പോലെ നിയമത്തിന്റെ പിന്നാലൊക്കെ പോയി എന്റെ ചീരയുടെ വഴിക്കൂ. ചീര നമുക്ക് എല്ലാം സമാധാനമായിട്ട് ചെയ്യാന്ന് അങ്ങനല്ലേ പറ്റുള്ളൂ. നമ്മളിപ്പോ ഞാനൊന്ന് അമ്മ ഒന്ന് സംസാരിക്കായിരുന്നു. സംസാരിച്ച് നോക്കിട്ട് നമ്മൾ അയാൾ എന്താ ചെയ്യുന്നത് അതുപോലെ നമുക്ക് തിരിച്ചു ചെയ്യാം. ഡ്രസ് ഞാൻ പോയിട്ട് വരാം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, അഹങ്കാരി. അവന്റെ അഹങ്കാരം തീർക്കണം. എൻ്റെ കർത്താവ്, എങ്ങനെ പാർട്ടി രക്ഷപ്പെടും? മാസവരി 10 രൂപ വെച്ച് തരാനുള്ള ഇനിയും ഉണ്ട് 36 പേര്. വലിയ ബാധ്യത കൊടുക്കണമെന്ന് വെച്ചാൽ മാസവരി 10 രൂപ വെച്ചേക്കണത്. അത് വർഷമാണ് ഇവനൊക്കെ തരണത്. എന്നാൽ പിന്നെ വർഷവരി എന്ന് പറഞ്ഞെങ്കിൽ വെച്ചാൽ പോലെ. ഓ ആ ഇത് കണക്കടി പാർട്ടിയുടെ മാസവരിയും ഒക്കെ. പിന്നെ നീ എന്താ വെച്ചാൽ പിന്നെ നിന്റെ തൊഴിലുറപ്പ് പോലെ എടി ചുമ്മാ ഇരിക്കുക. അത് കണക്ക് അത് തുടങ്ങിയിട്ടേ കൊടുത്തിട്ടില്ലല്ലോ. എന്ത് ഇതെന്റെ ഇതിപ്പോ 2 മാസത്തെ എന്റെ പെൻഡിങ് ഉള്ളു. ബാക്കി എന്തൊക്കെ ഉണ്ട്. ആ വെള്ളം എടുത്തിട്ടൊന്ന് പോയിക്കേ. എവിടെ? കനകന്റെ കൂടെ. എന്തിന്? നമ്മുടെ അമ്മാവനെ KCBയിൽ പൊതുപ്രവർത്തകരെ എടുത്തു തുടങ്ങിയ. അതല്ല, പിന്നെ അമ്മാവനെ അവിടെ നിന്ന് ഭയങ്കര വിഷമിച്ച് വർത്താനം പറയണ്. ആരുമില്ല, ഞാൻ അമ്മാവൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ അറിയാലോ. അമ്മാവൻ പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാതിരിക്കും, പിന്നെ ആരും ഇല്ലാതാവൂലേ? അമ്മാവന്റെ ആ കൃഷി സ്ഥലത്തിൽ വെള്ളം കിട്ടണില്ല. അവിടുത്തെ അപ്പുറത്ത് പുതിയൊരാള് വന്നിട്ടുണ്ട്. മഴ നല്ലപോലെ പെയ്തല്ലേ വെള്ളം കിട്ടും. അതല്ല, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ കേൾക്കാതെ പിന്നെ ഈ പിന്നെ നീ പറയണ അങ്ങനെ ഇങ്ങോട്ട് ചുറ്റാതെ നേരെ കാര്യം പറ. എന്താണ് അമ്മാവൻ അവിടെ ചീരകൃഷി നടത്തിയിട്ടില്ലേ? ആ ചീരകൃഷിക്ക് വെള്ളം അപ്പുറത്തെ ആള് തുറന്നു വിടണില്ലാന്നോ വെള്ളം കൊടുക്കണില്ലാന്നോ ഇപ്പൊ നൂല് പോലെ വെള്ളം കിട്ടണുള്ളൂ എന്നൊക്കെ പറയണു. അപ്പൊ അത് അമ്മാവൻ അയാളായിട്ട് തല്ലി പിടിച്ചെന്ന് തോന്നണമെന്ന് ചോദിക്കാൻ ചെല്ലാം. എന്തേ കനകം പോകാൻ പോകുന്നുണ്ട്. അവിടെ മഴ പെയ്യാനും വെള്ളം വരുത്താനും ഞാൻ ഋഷ്യശൃംഖലൊന്നും അല്ലല്ലോ. അയാളോട് പോയി സംസാരിക്കൊന്ന് ചെല്ലിട്ടോ പാവം. അല്ല, ഇപ്പൊ അമ്മാവൻ ഈ വന്ന് വിഷയം ആരോടൊന്ന് പറഞ്ഞു? കനകനോട് പറഞ്ഞല്ലേ? എന്നാ പിന്നെ കനകൻ നേതാവ് അതങ്ങ് ശരിയാക്കി കൊടുക്കട്ടെ. എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞെങ്കിൽ നീ പോയി ശരിയാക്കി കൊടുക്കും. എടി, ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയം ആദ്യം വന്ന് എന്നോട് പറയണം. എന്തായാലും ഞാനത് ഇടപെടുള്ളൂ. ഇപ്പൊ എന്തായാലും കനകനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കനകൻ അത് ശരിയാക്കി കൊടുക്കട്ടെ. പറയാതെ ക്ലീറ്റോ അത് മനസ്സിൽ നിന്ന് എടുത്തു പോയി ചെയ്തു കൊടുക്കുമ്പോ അതിന്റെ ഒരു ഗെറ്റപ്പ് വേറെ. വലിയ മഹാമനസ്കരൊന്നും അല്ല ഞാൻ. ഇതിനേക്കാൾ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ നാട്ടിൽ കിടപ്പുണ്ട്. ഞാൻ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തോളാം. അങ്ങനെ സമയം കിട്ടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും സമയം വെറുതെ ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ ഞാൻ പോയി നോക്കാം. അങ്ങനെ നീ നന്ദി. എടി, നിന്റെ കമ്മാവ എന്ത് എന്നോട് വന്ന് പറയാത്തത്? എന്തെന്നോടൊന്ന് പറയാത്തത്? മനുഷ്യൻ അവിടെ ചങ്ക് കൂട്ടിയിരിക്കണം. നിങ്ങളോട് വന്ന് രാവിലെ മൊഴിഞ്ഞാൽ മാത്രമാണ് ചെല്ലാൻ പാടുള്ളൂ. ചങ്ക് കൂട്ടി അവനോട് പോയി പറഞ്ഞാൽ എന്താണ്? അവൻ വിചാരിച്ച വല്ല പിണ്ണാക്കും നടക്കുവോ? എത്ര രൂപയുടെ കൃഷി അവിടെ ഇറക്കി ഇട്ടേക്കണേന്ന് അറിയാമോ? അത് നശിച്ചു പോകുമ്പോ തന്നെ വിഷമം ഉണ്ടാവില്ലേ? നശിച്ചു പോട്ടടി ഓണം. അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും നടക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം വന്ന് പറഞ്ഞേനെ. അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല, ഇത് ഞാൻ പറഞ്ഞതാ. അയ്യോ, അമ്മാവൻ അങ്ങനെ ഇല്ല. എന്നാ പിന്നെ വേണ്ട. എന്നാ പിന്നെ കാരണം ഒരു പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ അമ്മാവനും മരുമോനും മരുമോളും ഒക്കെ കൂടെ പോയി അങ്ങ് നിങ്ങൾ ശരിയാക്കി സോൾവ് ചെയ്യും കേട്ടോ. തൽക്കാലം എന്നെ അതിന് കിട്ടൂല. ഞാനിതിൽ ഇടപെടേയില്ല. ഓ, നിന്റെ ജോലി ഞാൻ കൂട്ടിക്കോളാം. എനിക്കിതൊക്കെ ഒരുപാട് ജോലി ഇതിനകത്ത് കിടപ്പുണ്ട്. 4-3-7 പേരുടെ വരിസംഖ്യ ആയിക്കോട്ടെ. 4-3-7 പേരായാലും അന്തസ്സുണ്ട്.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ നന്നായി സംസാരിച്ചോളണം കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടോ ഇവിടെ? ഇത്രയും വെള്ളം കിടക്കല്ലേ, പിന്നെ എന്താ കുഴപ്പം? എടാ ഈ വെള്ളം നേരെ പോണത് അവന്റെ വാഴത്തോട്ടത്തിലേക്കാണ്. അവൻ അവിടുന്ന് എനിക്ക് ചീരയ്ക്ക് വെള്ളം തരണം. ഞാൻ അവിടെ വന്ന് നോക്കുക, അപ്പൊ കാണാം. അങ്ങോട്ട് വാ. അമ്മ അവൻ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. മനസ്സിലായല്ലോ, കേട്ടല്ലോ? വെറുതെ അന്ന് പിടിച്ച് മരിക്കില്ല ഇനി പിള്ളേർ. ചേട്ടാ സോദനല്ലേ? സുഖം അന്വേഷിക്കാൻ വന്നാലോ? ഈ ഇതൊക്കെ വിളഞ്ഞെന്ന് തോന്നല്ലേ വാഴയൊക്കെ? പിന്നെ ഒരുമാതിരി പരിവായി വരുന്നു. ഇനി അടുത്ത ഒരു മഴയും കൂടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് വെട്ടി കൊടുക്കാമല്ലോ. വാഴക്കച്ചവടത്തിന് മര്യാദ എല്ലായിടത്തും. മോൻ കത്തൊക്കെ ഉണ്ടോ? മോന്റെ വിളിയൊക്കെ ഉണ്ടോ? ഇപ്പൊ എഴുത്തില്ലല്ലേ, ഇപ്പൊ വിളി 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 ഭയങ്കര വിളിയല്ലേ, ഭയങ്കര വിളി. ശരി, കുറച്ച് വെള്ളം അങ്ങോട്ട് തുറന്നു വിടാൻ മാർഗമില്ലേ? എന്തോ കുറച്ച് വെള്ളം. അയ്യോ, വെള്ളം ഇവിടെ ഓടിക്കാൻ നോക്കൂല. ഇവിടെ ഓടിക്കാൻ നോക്കില്ല. കുളത്തിൽ വേണമെങ്കിൽ ഓടിക്കാം. പിന്നെ കായലിൽ വെള്ളമുണ്ട്, കെട്ടുവെള്ളമുണ്ട്, എല്ലാം ഉള്ളു. അതല്ല, നമ്മുടെ ചീര കൃഷിക്ക് ചീര കൃഷിയെ അമ്മാവൻ എന്തോന്ന് അഭിനയിക്ക കള്ളൻ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഭിനയിക്കടാ, ചെവിയൊക്കെ കേൾക്കാനെ. അവൻ എന്തോന്ന് പറഞ്ഞത്? എനിക്ക് ചെവിയായിട്ട് വിടുന്ന എനിക്കല്ല ചെവിയായിട്ട് വിടുന്നത്, നിന്റെ മറ്റവന്മാർക്കാർക്ക് ചെവിയായിട്ട് ഇതിനോട് പറഞ്ഞാൽ ശരിയാവില്ല. അടിക്കളഞ്ഞ പറഞ്ഞതേ, വെറുതെ തർക്കത്തിനും വഴക്കിനും പോവാതെ ഇപ്പൊ നേരത്തെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെള്ളം തന്നിട്ടുണ്ട്. പിന്നെ ശങ്കരൻ നായർ ഇഷ്ടം പോലെ വെള്ളം. ഞങ്ങൾ രണ്ടാളും ഒരു കുളമാരി ഉപയോഗിച്ച സാധനം അത്. പിന്നെ നീ എന്നല്ലടാ ആ കുളത്തുനിന്ന് എന്റെ ഈ ചീരത്തോട്ടത്തിലേക്ക് വെള്ളം ഒഴിച്ചു തന്നിരുന്നു. ഞാനൊരു വെള്ളം ഒഴിച്ചാൽ ഞാനിപ്പോ കോരി വെച്ചിരിക്കുന്ന വെള്ളമാണ്. നിനക്കറിയാമോ ഇത് മഴ നിങ്ങൾ സംസാരിക്കണ എന്നെ വിളിക്കണ്ടായിരുന്നില്ല. നീ കാര്യം കനക നീ പറ. അത് വേറെ കൊണ്ടല്ലേ, നമ്മള് വെറുതെ തർക്കത്തിനും പോലീസ് കേസിനൊക്കെ പോയാൽ വലിയ ഇതായി പോകും. ഈ ഒഴുകി വരുന്ന വെള്ളവും വഴിയും ഒക്കെ നമുക്ക് നേടാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇത് കാലാകാലങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അല്ല, ഇത് ഞാൻ കുളത്തുനിന്ന് കോരി ഒഴിച്ചിരിക്കുന്ന വെള്ളം. എടാ ഈ കുളയതാ, എടാ നിന്നോടാ കുളം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വലിയ വഴക്കില്ലാതെ ഞാൻ അതുകൊണ്ടാണ് വന്നത്. അപ്പൊ നമുക്ക് വലിയ തർക്കമൊന്നും ഇല്ലാതെ ഒന്ന് കുറച്ച് ചെറിയതായിട്ട് തുറന്നു വിട്ടു കൊടുത്താല്. ചെറുതായിട്ടല്ല, ഒരേപോലെ വെള്ളം ഉപയോഗിച്ചിരുന്നാണ്. എനിക്ക് ഈ പോണ വെള്ളത്തിന്ന് പകുതി വെള്ളം എന്റെ ചീരയിലേക്ക് അങ്ങോട്ട് തരണം. ഞാൻ ഒരേപോലെ അല്ലടേ ഉപയോഗിക്കാൻ പോണത്, ഒറ്റയ്ക്ക് എനിക്ക് മാത്രം ഒരു തുള്ളി വെള്ളം. അത് ആകാശം ജീവിച്ചിരിക്കും നടക്കില്ല. ചത്തിട്ട് ഞാൻ ചെയ്തോളാം. നിങ്ങൾ പറഞ്ഞേക്ക്, നിങ്ങൾ ഒരു കാര്യം ഞാൻ പിന്നെ ഒരു അതെ, ഞാൻ ഇപ്പൊ ഇവിടെ ശരിയാവില്ല. എന്നാ റെഡി ആക്കിട്ട് വേണം. കനക വിളിച്ചോണ്ട് പോ. ഞാൻ വാഴക്കഞ്ഞിട്ട് വളമാക്കി കളയാൻ പറഞ്ഞ പറഞ്ഞേക്ക്. നിങ്ങൾ കഷ്ടമാണ് വെള്ളം. ചേട്ടാ ഞാൻ പറയുന്നത് രണ്ടുപേർക്കും ദോഷമില്ലാത്ത തരത്തിലാണ് പറയുന്നത്. കുറച്ച് വെള്ളം കൊടുത്തൂടെ? ഇല്ല കനക, നിന്നാണ് ശരി, ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുക്കും. ഈ ചീരകൃഷി മൊത്തം നശിച്ചു പോകും. നശിച്ച് കരിഞ്ഞു പോകണമെങ്കിൽ അവൻ വിറ്റെടുക്കണം. ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുക്കും. കനക, ഞാൻ വെള്ളം കൊടുക്കാം യവന്റെ കാലശേഷം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളിത് വേറെ ആക്കെങ്കിലും മൊത്തത്തിൽ അങ്ങ് വിൽക്കണം. വിൽക്കുമ്പോ അവര് കൃഷി ചെയ്യും. നീ ഒരു കാര്യം ചെയ്യ കനക, യവനെ വിളിച്ചോണ്ട് പോ. എനിക്ക് കലിയറിയിക്കാണ്. വിളിച്ചോണ്ട് പോ. എനിക്കൊരു കാര്യം തീരുമാനമാവണ്ട, ഞാൻ പോവില്ല. ഇപ്പൊ വാ, നമുക്ക് പോയിട്ട് വേറെ തീരുമാനം എടുക്കാന്നേ. ചോദിക്കാനും പറയാൻ ആളുണ്ടാ, ഞാൻ കാണിച്ചുതരാം. പോയി വിളിച്ചോണ്ട് വേണം. ഞാൻ ഈ കൊല നീ വെട്ടണതിന്റെ മുമ്പ് എന്റെ കൊല ഞാൻ നടത്താം. നിന്റെ കൊലപാതകം ഞാൻ ചെയ്യൂടാ. പ്രായമായി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിനെപ്പ എന്നെ കൊണ്ടുവന്ന് ഇപ്പൊ എന്റെ ചീരത്തോട്ടം നിറയെ വെള്ളമായാലോ. മയത്തിലെ പറഞ്ഞ എന്ത് നടക്കുന്ന നീ പറഞ്ഞു? അമ്മാവ, ആദ്യം നമ്മൾ അങ്ങനെയല്ലേ വേണ്ടത്. എന്നിട്ട് ഇപ്പൊ നടന്നല്ലോ അവന്റെ അടുത്ത് മയത്തില് പറഞ്ഞിട്ട്. ഇനി നമുക്ക് വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കാം. എന്നിട്ട് അങ്ങനെ പറയിപ്പിച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഈ സാധനം അങ്ങനെ ഇത് വെട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ എന്ത് ചീര വെക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവം അറിഞ്ഞിട്ടില്ലേ പെരുമാറാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ നിന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഞാൻ അതിന് വേറെ ആളെ നോക്കാം നമുക്ക്. നമ്മൾ അങ്ങനെയല്ലേ വേണ്ടത്. ഈ പ്രായം പക്വതയുള്ള നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു തരണോ കാര്യങ്ങൾ? എനിക്കൊരു 4 ആളെ കൂട്ടിയിട്ട് അതിന്റെ കൊല്ലാൻ പറ്റുമോ? ഇതിനോട് ഞാൻ ജയിലിൽ പോയി കിടക്കണം. നീ കിടക്കണ്ട, ഞാൻ കിടന്നോളാം. എന്നാലും വേണ്ടില്ല. ചുമ്മാ നടക്കുന്ന കാര്യം പറയാൻ നടന്നു പോയാണ്. ചുമ്മാ അവൻ എന്തറിയാ, അവന് ചുളിവിലേ അവന്റെ മകനെ കൊണ്ട് ഇത് വായിപ്പിക്കണം. എന്റെ കുട്ടികൾ തിന്നിട്ട് അവനെ കൊടുക്കുക ഞാൻ കള്ളാൻ. എന്താ ചെയ്യേണ്ടത്?
നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഞാൻ എൻ്റെ സാറിനോട് സംസാരിച്ച് നോക്കാം, വല്ല കാര്യം നടക്കുന്നുണ്ടെങ്കിൽ. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു. ആ എനിക്കറിയാം അവസാനം നീ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് എനിക്കറിയാം. ഇടേ ഭൂമി ഉരുണ്ടതല്ലേ, നിങ്ങൾ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഈ കാര്യം നേടിത്തരണമെങ്കിൽ ക്ലീറ്റസ് തന്നെ മനസ്സ് വെക്കണം. ഇത് അവസാനം എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. ഇല്ലില്ല എടേ ഞാൻ ചോദിച്ചോട്ടെ, നീ എന്തുകൊണ്ടാണ് നേരത്തെ ഇത് എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാത്തത്? അല്ല അതല്ല നിനക്ക് എന്നിലുള്ള ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? അപ്പം ക്ലീറ്റസ് വിചാരിച്ചാൽ പലതും നടക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എനിക്കറിയാം ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. എടേ നീ പറയണ പോലുള്ള കാര്യങ്ങൾ നീ അമ്പളിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തായി? നടക്കൂല, വിഷമിക്കണ്ട, ഞാൻ ഏറ്റെടുത്തിരിക്കണു നിന്റെ കേസ് കേട്ടാ. ചെയ്തു തരാം. നീ പറഞ്ഞാടാ ശരി. എന്താ ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തോന്നു? എൻ്റെ ചീരകൃഷിയുടെ വെള്ളത്തിന്റെ കാര്യം. ഏത് ചീരകൃഷി? ഒന്നും അറിയാത്ത പോലെ തങ്ക പറഞ്ഞില്ലേ എല്ലാം? ഒക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ ഏതോ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്തായി? അല്ല അത് അവൻ ശരിയാക്കി തരുന്ന എഴുതിയിട്ടാണ്, പക്ഷെ അവനെ കൊണ്ടൊന്നും പറ്റില്ല. അത് രാഷ്ട്രീയക്കാരനെ വിചാരിച്ചാലും ആ തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും അമ്മാവൻ ഉണ്ടായല്ലോ. ഞാൻ ആലോചിക്കരുത് എന്തുകൊണ്ട് അമ്മാവൻ എന്നോട് ഇതൊരു വാക്ക് പറഞ്ഞില്ല എന്നുള്ളത്. അല്ല അത് ഇല്ലില്ല, അത് പോട്ടെ, അത് അമ്മാവന് പറ്റിയ വീഴ്ച. അല്ല എൻ്റെ അളിയൻ വന്നിട്ട് എന്തേ ഒരു പുണ്ണാക്കം നടന്നില്ലല്ലോ. അപ്പോൾ എന്താണ്, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ജോലി എന്താണ്? കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതാണ് അവൻ്റെ ജോലി. ഞാൻ ആരാണ്? ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തന്നെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആൾ. അപ്പം അത് ഞാനല്ലേ പരിഹരിക്കണം. എനിക്ക് ചോദിക്കാനും പറയാനും എൻ്റെ മരുവൻ രാഷ്ട്രീയ നേതാവും കുറെ അണികളും ഉണ്ട് എന്ന് അവൻ അറിയണം, തെണ്ടി അറിയണത്. അല്ല ഞാനിത് എവിടെ വരെ പോകുന്ന ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ക്ലീറ്റസിനെ അറിയാലോ, ആ കുളം പൊതുവായിട്ടുള്ള കുളമാണ്. വർഷങ്ങളായിട്ട് ഞാനും ആ വളപ്പുകാരും ഒരുമിച്ചാണ് അതിൽ വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഈ രാമേന്ദ്രൻ എന്ന് പറയണ തെണ്ടി വെള്ളം മുഴുവൻ അവടുത്തിട്ട് ഔദാര്യം പോലെ എപ്പോഴെങ്കിലും നൂല് പോലത്തെ വെള്ളമാണ് എനിക്ക് വിട്ടുതരുന്നത്. അത് പണ്ടത്തെ പോലെ ആ കുളത്തിലത്തെ വെള്ളം അവനും കിട്ടണം, അവ എത്ര എടുക്കണോ അത്ര വെള്ളം എനിക്കും കിട്ടണം. അല്ലാണ്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അത് ഇതൊക്കെ അമ്മാവ ഇതിനെല്ലാം ഒരു നയമുണ്ട്. രാഷ്ട്രീയക്കാരുടെ നയപരമായ ഒരു ഇടപെടലുണ്ട്. അത് അങ്ങനെ ആൾക്കാരുമായിട്ട് ഇടപെട്ടാലേ ഇത് നടക്കൂ കേട്ടാ. അത് ഇവനറിയാം, അവനൊരു പുണ്ണാക്കും അറിയില്ല. എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞ പോരാ, അമ്മാമനാണ് എന്നുള്ള ഓർമ്മയില് പെട്ടെന്ന് ചെയ്യണം. അതെ അമ്മാവ, എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പം നാളെ മറ്റന്നാളൊക്കെ കുറെ പരിപാടികൾ കിടപ്പുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം. ഇങ്ങനെ പറയല്ലേ, ഇത് ചീരയാണ്, വെള്ളം കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ കരിഞ്ഞു പോവത്. ഇന്ന് തന്നെ വന്ന് പരിഹരിക്കേ. ഇപ്പൊ ഇങ്ങനെ ഒരു അമ്മാവൻ വന്ന് അപേക്ഷിക്കുമ്പോ എങ്ങനെ ഞാനത് ഉപേക്ഷ വിചാരിക്കും? ഞാൻ നോക്കട്ടെ, ഇന്ന് വൈകിട്ട് കുറച്ച് അങ്ങനെ എടുപിടി, അതൊക്കെ എന്റെ ജോലിയല്ലേ. അമ്മ ഒന്നും അറിയണ്ട, ഇന്ന് രാത്രി അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. പ്രശ്നം ഇന്ന് ഞാൻ പരിഹരിച്ചു തരും. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. പിന്നെ ഞാൻ കാത്തുണ്ട്, അവിടെ എന്തോ കാപ്പിയൊക്കെ ഉണ്ടാക്കണം, കഴിച്ചിട്ട് പോ. ഉപ്മാവ് ഉണ്ടാവും, മിക്കവാറും നല്ല ഉപ്മാവ്. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് പോ. കട്ടണ കാണും കേട്ടാ. ഒന്നും ഇറങ്ങില്ല. അപ്പൊ നീ ഒന്ന് വന്ന കാര്യം ശരിയാക്കി താ. എന്നാ പിന്നെ നാളെ പോലും എല്ലാം കഴിച്ചു തുടങ്ങി. ഇന്നോട് ഒന്ന് സമാനമായിട്ട് ഉറങ്ങി. ഞാൻ അവനെ ചെന്ന് കണ്ടെന്നാല് പറഞ്ഞിട്ട് വരാം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ക്ലീറ്റ വിചാരിച്ച ഇവിടെ ഒന്നും നടക്കൂല. അവസാനം ആകുമ്പോ എല്ലാം നേരെ നമ്മളെ കാലില് കിലോട്ട് തന്നെ വരും. എന്തോന്നറി പൊതിച്ചതാ ഇത്. ഞാൻ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ, പിന്നെ പത്രം ആര് വായിക്കും? മേശപ്പുറത്ത് കറി എങ്ങനെ വരും? ആരെടുത്ത് തിന്നെ? ഞാനിത് തിന്നണ്ടാന്ന് വെച്ചു. പ്രശ്നം തീർന്നല്ലോ. എന്നാ പിന്നെ എന്നും അങ്ങോട്ട് അങ്ങനെ ചെയ്താ പോരെ? എവിടെ അളിയാ? എനിക്ക് ജോലി ഉണ്ടല്ലേ. നീ പറയാലും ജോലിയുള്ള ആളല്ലേ. നീ ലൈൻമാൻ അല്ലേ? അല്ല, പോസ്റ്റ്മാൻ. നീ മറ്റേ പൊതുപ്രവർത്തനമൊക്കെ ഇറങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അമ്മാവന്റെ കേസ് പരിഹരിക്കാൻ പോയിന്നോ എന്തരായി? എന്നിട്ട് അതിനൊരു ആരെങ്കിലും വേണ്ടേ, ചോദിക്കാനും പറയാൻ ആള് വേണ്ടേ? അമ്മാവൻ വലിയ സങ്കടത്തോടൊന്നും എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ നമ്മുടെ എയോട് പറഞ്ഞു, സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും തോന്നുന്നു പുള്ളി. ഞാൻ പറഞ്ഞു, സാറ് നമ്മുടെ ഭാഗത്താണ് ന്യായം, അപ്പൊ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഞാൻ അപ്പൊ പുള്ളിയോട് ഞാൻ സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഇന്ന് എന്തായാലും ഒരു തീരുമാനമാവും.
പാവം. എന്ത് വിഷോ? ഒന്നുമില്ല. നീ വിചാരിച്ചൊന്നും നടക്കൂലല്ലോ. ആ എന്താ കാട്ടി നീ? പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞ പ്രശ്നം പരിഹരിച്ചല്ലോ. അതിങ്ങനെയാണ് പരിഹരിക്കാതെ. ഞങ്ങളെ രാഷ്ട്രീയക്കാര് ചെയ്യണതേ പറയൂ, പറയണതേ ചെയ്യൂ. ഞങ്ങൾക്ക് ഒരു വാക്കും ഒരു പ്രവൃത്തിയേ ഉള്ളൂ. കാര്യം പറഞ്ഞത് അന്നോടന്നെ വന്ന് പറഞ്ഞില്ലോടാ ഞാൻ. നീ കുറെ ദിവസമായിട്ട് പരിഹരിക്കാൻ നടന്നില്ലല്ലോ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ അത് പരിഹരിച്ചു കൊടുത്തില്ലേ? അവനോട് പറഞ്ഞോടാ ഞാൻ നടക്കുന്നു. എങ്ങനെയാ തെണ്ടി പരിഹരിച്ചെന്ന് ചോദിക്കും. ഞാനത് ഒരു വിധം ശരിയായിക്കൊണ്ട് വന്നേ. ഇപ്പൊ എന്താ പറ്റിയത്? അളിയാ, മറ്റേ ആ അടുത്ത വസ്തുക്കാരൻ അമ്മാവന് വെള്ളം കൊടുക്കൂലെന്നുള്ള വെല്ലുവിളിച്ചാണല്ലോ. അമ്മാവന് കിട്ടാത്ത വെള്ളം അയാൾക്ക് കിട്ടണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാനും എന്റെ പിള്ളേരും കൂടെ ചെന്ന് ആ കുളം അങ്ങ് മൂടി. അപ്പൊ എന്റെ ചീരകൃഷിയോ? അമ്മാവന്റെ ഉണക്ക ചീരകൃഷി അത് പോയി പോട്ടമ്മാവാം. പക്ഷെ അവന്റെ വാഴകൃഷി എങ്ങനെയുണ്ടളിയാ? അടിപൊളി. അതാണ് Alien versus Alien.